സോ ഹായ് ഗൈസ്, നമ്മളിപ്പം ഹഡ്നോക്കിൽ വന്നിരിക്കുകയാണ്. ദിസ് ഇസ് മിസ്റ്റർ അനൂപ്. എനിക്ക് അവിടെ അബുദാബിയിലുള്ള ഒരേ ഒരു ഫ്രണ്ടാണ് കേട്ടോ, വേറെ ആരുമില്ല. എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ട പോലെ സെറ്റ് ചെയ്ത് തരുന്ന ആളാണ്. ഓക്കെ, അപ്പം അഡ്നോക്കിൽ വന്നേക്കാണ് നമുക്ക് ഗ്യാസ് കണക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. കുറേ അന്വേഷിച്ചു എവിടെ നിന്ന് കിട്ടുന്നത്. സിലിണ്ടർ എടുത്ത് അവിടെ കൊണ്ടുപോയി ഫിറ്റ് ചെയ്യണം. ഇങ്ങനെയൊക്കെയാണ് പരിപാടി. അത് കഴിഞ്ഞിട്ട് വാൾപേപ്പർ കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്യാൻ പോകണം. പിന്നെ റൂം ക്ലീൻ ചെയ്യണം. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഓസാണോ? പ്രൊഫഷണലാണ്. കൈ മുറിഞ്ഞാലും എനിക്ക് വലിയ കുഴപ്പമില്ല, ലീക്കാവാതിരുന്ന. അതാ അതാ അതൊന്നും കളയാൻ പാടില്ല കേട്ടോ. അത് തപ്പിയെടുക്കണം. ലെറ്റ് മീ തപ്പ്. So what's your name? Huela. What is that? Yeah. What is that? Come again? Huela. Huera. Yeah, huela. Huera. What is the meaning in English? Nothing. Nothing. Oh, Okay. How long you have been here? Me? Yeah. Since 2018, I'm here. 2018. Yeah, until now. Ah, it's long. Yeah, but not only the cleaning. Yeah, in same company? No, for years I'm working in the Arabic home. Okay. And then, ayun na, catering. സോ ഹൗസ് കീപ്പിംഗ് വിളിച്ചതാണ് കേട്ടോ. അവർ വന്ന് നമുക്ക് കാര്യങ്ങളെല്ലാം സെറ്റാക്കി തരും. റൂം കുറേയൊക്കെ ഇങ്ങനെ ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ യാർഡൊന്നും കുറച്ച് റഫായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തു. ഇതങ്ങനെയാണ് ലൈറ്റൊക്കെ വെച്ചേട്ടോ. ഹലോ, ഹായ് ഹായ്, പേരെന്താ? അരുൺ. സോ ഗുഡ് മോർണിംഗ് ഗൈസ്. ഡേ 2 ആയി. നേരം കൊടുത്തു. ഷോട്ടോപ്പിനെ കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. Z ഫോർ സൈഗോഫിറ്റ്. ഓക്കെ, അപ്പോൾ സൈഗോഫിൻ്റെ ടീഷർട്ടൊക്കെ ഇട്ടിട്ടാണ് ഞാൻ പോണത്. ഇന്നലെ രാത്രി എനിക്ക് ശരിക്കും ഉറങ്ങാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. ഫുള്ള് ഇങ്ങനെ സമയം നോക്കി കിടക്കായിരുന്നു. ഒരു അരമണിക്കൂർ ഉറങ്ങും, അപ്പോഴേക്ക് പിന്നെ ഉണരും. എന്നിട്ട് അങ്ങനെ ടൈം നോക്കും, ആയോ പോകാനായോ, എല്ലാവരും അടിച്ച് അറിയൂലേ, അങ്ങനെയൊക്കെ കിടക്കായിരുന്നു. ഞാനൊരു 4:30 ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ എണീറ്റിന്. എന്നിട്ടിങ്ങനെ കുറേ നേരം റീലൊക്കെ കണ്ട് കിടന്ന് പിന്നെ എണീറ്റ് റെഡിയായി. ഈ ഷോട്ടാപ്പിയുടെ റൂം കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഞാൻ വിചാരിച്ച അത്ര എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. കുറേ സംഭവങ്ങൾ കിട്ടിയിട്ടില്ല. ടെമുവിലാണ് ഓർഡർ ചെയ്തത്. ടെമുവിന് സാധനങ്ങൾ എത്തണമെന്നുണ്ടെങ്കിൽ ഇനി 1-2 ആഴ്ച ഇനിയും കഴിയും. പിന്നെ വാൾപേപ്പർ ഇന്നലെ മിന്നാന്ന് വന്നിട്ട് ഓർഡർ കാര്യങ്ങളെല്ലാം എടുത്ത് പോയുള്ളൂ. അപ്പോൾ അത് ഇനിയിപ്പോൾ അവർക്ക് മൺഡേ ചെയ്യാൻ പറ്റുള്ളൂ. സാറ്റർഡേ സൺഡേ ഒന്നും അവർ വർക്കിംഗ് അല്ലാത്തതിനെ കൊണ്ട്. അപ്പോൾ വാൾപേപ്പറൊന്നുമില്ല, ജസ്റ്റ് ഷൊട്ടാപ്പിയുടെ പഴയ ടോയ്സ്. പുതിയതായിട്ട് ജസ്റ്റ് ഒരു ടാബിൾ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല. ഇതാണ് ഇപ്പോഴത്തെ റൂം. ഇതിൽ ഇന്നലെ മിന്നാന്നൊക്കെ ഞാൻ വീഡിയോ കോൾ ചെയ്തപ്പോൾ ഈ ഡിഫൻഡറും പഴയ ടോയ്സൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ ആൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എന്നെ കണ്ടുകാലം എന്തായാലും ആള് അത്ര ഹാപ്പി ആവാനൊന്നും പോണില്ല. കാര്യം ഞാൻ ദിവസം ഇങ്ങനെ വിളിക്കുന്ന വീഡിയോ കോളിലൊക്കെ. അപ്പോൾ അത്രത്തോളം ഒരു സാധനം ഞാൻ എക്സ്പെക്റ്റ് ചെയ്യണില്ല. പക്ഷേ ഈ സാധനങ്ങളെല്ലാം കാണുമ്പോൾ കുട്ടീൻ്റെ ആണല്ലോ, അതുകൊണ്ട് എനിക്കറിയാം ഈ സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഷൊട്ടാപ്പിയുടെ കയ്യിൽ നിന്ന് പോകും. എനിവേ, ഞാൻ എയർപോർട്ടിലോട്ട് ഇറങ്ങുവാണ്. അനൂപ് വെയിറ്റ് ചെയ്യുന്നുണ്ട് പുറത്ത്. ഹലോ, മോർണിംഗ്. തുടരും എങ്ങനെയുണ്ട്? ഇപ്പം നമ്മൾ പരിപാടി, നമുക്ക് എത്ര സമയമാണ് എയർപോർട്ടത്ത്? ചായ പരിപ്പോട് കിട്ടുമോ? സെറ്റാക്കിയാലോ? ഓക്കെ, കിട്ടണം കേട്ടോ രാവിലെ തന്നെ. എനിക്ക് തോന്നണ്ട കിട്ടുന്നു. നമ്മളിപ്പോ ഷാബിയിൽ വന്നിരിക്കുകയാണ് ഒരു ചായ കുടിക്കാനായിട്ട്.
ഞാൻ ബൂസ്റ്റാട്ടോ. ഞാൻ അങ്ങനെ അധികം ചായ കുടിക്കാറില്ല, ചായനോട് വലിയ താല്പര്യമല്ല. ഷാബിയ രാവിലെ തന്നെ ഫുൾ ഓണായി. ഇപ്പോൾ തന്നെ ഇവിടെ പാർക്ക് ചെയ്യാനൊന്നും സ്ഥലമില്ല. ഇതാണ് ഷാബിയൻ്റെ ഒരു ഇങ്ങോട്ടേക്ക് വരുന്നതിൽ ഏറ്റവും വലിയ തലവേദന ഇതാണ്. ഭയങ്കര ക്രൗഡഡ് ആണ്. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി കൊണ്ട് വന്നു കഴിഞ്ഞാൽ ആകെ പെടും. എവിടെയും വണ്ടി ഇടാൻ കഴിയില്ല. ലാസ്റ്റ് റോഡിൻ്റെ സെൻറ്ററിലൊക്കെ പാർക്ക് ചെയ്തിട്ടാണ് ആൾക്കാർ പോകാറുള്ളത്. അതാണ് ഷാബിയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. ഓളവിടെ ചായ ഓർഡർ ചെയ്യാൻ വേണ്ടി പോയിന്. ഇത്ര ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്പേസാണ് ഈ റോഡ്. കുറേ ആൾക്കാർ, ഇഷ്ടംപോലെ വണ്ടികൾ, ഭയങ്കര ട്രാഫിക് ആയിരിക്കും ഇവിടെ ഓൾവേസ്, എനി ടൈം. ബൂസ്റ്റ് താങ്ക് യു. ലാൻഡ് ചെയ്യാനായോ? ചെയ്തോ? ആ ലഗേജ് ഉണ്ട്, കുഴപ്പമില്ല. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു ഗൈസ്. ഷോട്ടാബി ഉറങ്ങായിരിക്കും. ഒരു പ്രൊസീജിയറും ഇല്ല. ഷോട്ടാബി അവിടെ അലമ്പൊക്കെ ഉണ്ടാക്കിയിട്ട് പുറത്തേക്ക് എത്തണ്ടേ. എന്തൊക്കെ ഉണ്ടായിരുന്നാവും. നമ്മൾ എയർപോർട്ട് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമുക്കിപ്പോ കയറാൻ പറ്റുമോ? പൈസ കൊടുത്താൽ കയറാൻ പറ്റുമോ? വേണ്ട, വേർത്തല്ല അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ എയർപോർട്ട് എത്തി. അവർ ഇറങ്ങിയിട്ടുണ്ട് ഓൾറെഡി. ലഗേജൊക്കെ എടുത്തോണ്ടിരിക്കായിരിക്കും എക്സ്പെക്ട് ചെയ്യണു. നമ്മളിതാ പാർക്കിങ്ങിലാണ്. ഓക്കെ, ഷൊട്ടാപ്പി ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര ഉറക്കമാണ്, സീൻ ഉറക്കമാണ്. ഉറങ്ങുമ്പം ഷൊട്ടാപ്പിനെ ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ ആള് ടെററാവും. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ പോലും വരൂല. എവിടാണോ കടന്നുറങ്ങുന്നത് അവിടെ തന്നെ കടന്നുറങ്ങും. നല്ല ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഒരു നോ പറയും. അതാണ് ഇപ്പൊ ഇനി ഉണ്ടാവാൻ പോണത്. ഓക്കെ, ലെറ്റ്സ് സീ. ഷട്ടപ്പി നമ്മുടേത് ന്യൂ ഹോം. ഷട്ടപ്പി ന്യൂ ഹോം. ഷട്ടപ്പിന്റെ റൂമ്. Go, 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 go there. ഷട്ടപ്പി. Wow. ഷട്ടപ്പി. എന്താണ്? ചാർജില്ല പോന്നെ, കുറച്ച് കഴിഞ്ഞിട്ട്. ഓ അതിലിരുത്താൻ ഇവിടെ ഇരുത്തി കൊടുക്കാൻ.
ഇങ്ങനെ വിളിക്കാം. രാജകീയം. വൗ What a song. ഡ്രൈവിലൊക്കെ വണ്ടി മുമ്പോട്ട് പോകും. എമർജൻസിയോ ആക്സിഡന്റ് അവിടെ ബ്രേക്ക് അവിടെ സാധനല്ല കൊച്ചിന് നിങ്ങൾ പറ്റിച്ചോളാം തന്നെ സേ ബൈ 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 ഓക്കെ ബൈ ബൈ ബീഫൊക്കെ വരും വൈകുന്നേരം വിളിക്കണേ യേ അത് നമ്മൾ ഏറമാനായിട്ടില്ല അതിനാവണുള്ളൂ നമ്മളിവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ സൗണ്ട് വരുന്നുണ്ടോ നോക്കിയാൽ മതി സൗണ്ട് വന്നാൽ തന്നെ പയ്യെ എന്റെ സ്ട്രിങ് പോട്ടുട്ടോ ഗോ ഗോ നമുക്ക് അടുത്ത ചണ്ട എടുക്കാം Are you happy? Happy? Yeah. It's a color.